സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ കടുത്ത വെല്ലുവിളി മറികടന്ന് മലപ്പുറം കിരീടം നിലനിർത്തി. ഓവറോൾ കിരീടം ഉറപ്പിച്ച് തിരുവനന്തപുരവും. അത്ലറ്റിക്സ് കിരീടം മലപ്പുറത്തിന് സമാപന ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2:30 മുതൽ ആരംഭിക്കും. അടുത്ത മേള കണ്ണൂരിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ മത്സരത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് അത്ലറ്റിക്സിൽ മലപ്പുറം കിരീടം നിലനിർത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജനി, കേരള കായികമേള അങ്ങനെ ആ സമാപന ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആകാംക്ഷയുടെയൊക്കെ മുൾമുനയിൽ നിർത്തിയത് ഈ അത്ലറ്റിക് മത്സരങ്ങളായിരുന്നു. അവസാന അത്ലറ്റിക് മത്സരം 4x100 റിലേ ആയിരുന്നു. ആ റിലേ കൂടെ പൂർത്തിയാകുമ്പോൾ മലപ്പുറത്തിനാണ് ഈ അത്ലറ്റിക് മത്സരങ്ങളിൽ ആ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. പാലക്കാടിന്റെ വെല്ലുവിളി അവസാന നിമിഷം വരെ കടുത്ത വെല്ലുവിളിയാണ് പാലക്കാട് ഉയർത്തിയിരുന്നത്. ഏതായാലും ആ വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ട് മലപ്പുറം ആ അത്ലറ്റിക് മത്സരങ്ങളിലെ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ കിരീടം ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത് തിരുവനന്തപുരമാണ്. പാലക്കാടിന്റെ വെല്ലുവിളിയൊക്കെ മറികടന്നുകൊണ്ട് മലപ്പുറം അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പ് നേടുമ്പോൾ ഈ ഓവറോൾ കിരീട നേട്ടം ആതിഥേയരായ തിരുവനന്തപുരം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആ സ്വർണ്ണ കപ്പിൽ മുത്തമിടാൻ പോകുന്നത് തിരുവനന്തപുരമാണെന്ന് ആദ്യ ദിവസം മുതൽ തന്നെ ആ കൃത്യമായി ലീഡ് നിലനിർത്തിക്കൊണ്ടായിരുന്നു തിരുവനന്തപുരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് അവസാന ദിനം എത്തുമ്പോഴും ഈ രണ്ടാമത് നിൽക്കുന്ന ജില്ലയേക്കാൾ വളരെയധികം ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം ഉണ്ടായിരുന്നത്. ഈ അവസാനത്തെ ഈ റിലേ മത്സരത്തിൽ നവാമുകുന്ദ അതുപോലെ തന്നെ ഐഡിയൽ കടകശ്ശേരി രണ്ടുപേരും കലർന്ന ടീമായിരുന്നു. രണ്ടുപേരും മലപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം അതിന്റെ ഒരു ആധിപത്യം നിലനിർത്തിക്കൊണ്ട് മലപ്പുറം ഈ അത്ലറ്റിക് മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഐഡിയൽ കടകശ്ശേരിയാണ് സ്കൂളുകളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പോയിന്റ് നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ മലപ്പുറത്തിന്റെ ഐഡിയൽ കടകശ്ശേരിയാണ്. ആ 4ാം വട്ടം തുടർച്ചയായ 4ാം വട്ടമാണ് ഇത്തരത്തിൽ ആ കിരീടം ഇത്തരത്തിൽ ഐഡിയൽ കടകശ്ശേരി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഇതിന്റെ സമാപന വേളയിലാണ് ഈ കിരീടം ഈ സ്വർണ്ണ കപ്പൊക്കെ തന്നെ കൈമാറുക. ഇത്തരത്തിൽ ഈ 21ാം തീയതി ആരംഭിച്ച ഈ കായിക മേളയ്ക്കാണ് ഇന്ന് 8 ദിവസങ്ങൾക്കിപ്പുറം ഇപ്പോൾ സമാപനമാകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തിരുവനന്തപുരമായാലും മലപ്പുറമായാലും അതിന്റെ ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഈ അത്ലറ്റിക്സ് മത്സരങ്ങളുടെ കാര്യത്തിലായിരുന്നു ഒരു സംശയം ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഉത്തരമായിരിക്കുന്നു, ഒരു മറുപടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ അത്ലറ്റിക് മത്സരങ്ങളിൽ മലപ്പുറം അതിന്റെ ഒരു ആവേശകരമായ ഒരു ഇതിൽ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഒപ്പം പാലക്കാട് നിന്നുള്ള ഒരു സ്കൂള് ചേരുന്നുണ്ട്. വടവന്നൂരിൽ നിന്നുള്ള സ്കൂളാണ്. ഈ നിരവധി ഗോൾഡ് മെഡലുകൾ ഉൾപ്പെടെ കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്, കുട്ടി താരങ്ങളാണ്. സാറേ, നമ്മുടെ പാലക്കാടിന്റെ സ്കൂളുകൾ കൂടി ആ ഒരു ഈ വിജയത്തിളക്കത്തിലാണല്ലേ? അതെ, നമുക്ക് പാലക്കാട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആകാൻ പറ്റിയില്ല. അതിന് നമുക്ക് സങ്കടമുണ്ട്. നമുക്ക് വടവന്നൂര് 2ാം സ്ഥാനത്തിലായിരിക്കുമെന്ന്. നമുക്ക് 8 ഗോൾഡ്, 4 സിൽവർ, 6 ബ്രോൺസ്. അത് നമുക്ക് അജയൻ സാറിന് വളരെ നന്ദി പറയാനുണ്ട് വടവന്നൂർ സ്കൂളിൽ നിന്ന്. കാരണം ഞങ്ങൾ 3 കോച്ചസാണ് നല്ലൊരു അച്ചീവ്മെന്റ് ചെയ്ത്. അജയൻ സാറിന്റെ കുട്ടി 5 ഗോൾഡ്, ഒരു സിൽവർ, 1 ബ്രോൺസ് നേടിയിട്ട് വളരെ വടവന്നൂർ സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം അത് നമുക്ക് 13 നാടൻ മലയാളി പിള്ളേർ വെച്ചിട്ട് ഞങ്ങൾ ഈ പോയിന്റ്സ് ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ആ വളരെ ഞങ്ങൾ സന്തോഷമാണ്. ഞങ്ങൾ അത്ര വലിയ പഞ്ചില്ല, ഫിനാൻഷ്യൽ സപ്പോർട്ടില്ല, ഗ്രൗണ്ട് ഇല്ല, ഒന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ ഈ വന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് മെഡലാണ്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. അജയൻ സാറാണ് ഇതിന് മെയിൻ ഒരു മുഖ്യ നിന്ന ആള്. അതിയായ സന്തോഷം. ഈ മലപ്പുറത്തിന് വിട്ടുകൊടുത്തത് ഒട്ടും ഈസി ആയിട്ടല്ല. കാരണം അത്രത്തോളം അവസാനം വരെ നമ്മൾ പിടിച്ചു നിന്നിട്ടാണ് പാലക്കാട് അത്രയൊരു ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് മലപ്പുറം സ്വന്തമാക്കുന്നത്. ഒരു പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ വടവന്നൂർ സ്കൂൾ 13 ഗോൾഡ് നേടിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ ഇത് ഫസ്റ്റ് വരാൻ ഉറപ്പായും ഫസ്റ്റ് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഈ പാലക്കാട് വിട്ടുകൊടുത്തത് ഒട്ടും ഈസി ആയിട്ടല്ല. അത്രയും കടുത്ത മത്സരമായിരുന്നു. അവസാന നിമിഷം വരെ നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. ഈ വടവന്നൂരിലെ കുട്ടികളൊക്കെ തന്നെ ഒരു ഗോൾഡ് മാത്രമല്ല കേട്ടോ, പലരും 2ഉം 3ഉം ട്രിപ്പിൾ സ്വർണ്ണമൊക്കെ അടിച്ചവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഏതായാലും ഈ കുട്ടി താരങ്ങളാണ് ഇവിടെ ഉള്ളത്. നിലവിൽ ഏതായാലും മലപ്പുറമാണ് ചാമ്പ്യൻഷിപ്പ് നേടിയതെങ്കിലും അടുത്ത പ്രാവശ്യം കണ്ണൂരിലാണ് ഈ കായികമേള നടക്കാൻ പോകുന്നത്. അടുത്ത പ്രാവശ്യം അപ്പൊ നമ്മൾ ഗോൾഡ് അടിക്കില്ലേ? പാലക്കാട് ഗോൾഡ് അടിക്കില്ലേ? ചാമ്പ്യൻ ആവൂലേ? ആവേശം പോരല്ലോ. അപ്പൊ ആവേശത്തോടു കൂടി തന്നെയാണ് കുട്ടികൾ എല്ലാവരും ഉള്ളത്. എന്തായാലും ഇത്തവണ നമ്മൾ ചെറുതായിട്ടൊന്ന് പാലക്കാട് വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഈ ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക് മത്സരങ്ങളിലെ ചാമ്പ്യൻഷിപ്പ് നേടും എന്നുള്ള ഉറപ്പിലാണ് ജെനി. ഏതായാലും എല്ലാവരും ഉള്ളത്. ഇന്ന് 2:30 കൂടിയാണ് സമാപന സമ്മേളനമൊക്കെ തന്നെ ആരംഭിക്കുന്നത്. 4 മണിയോടുകൂടി ഗവർണർ എത്തും. അതിനുശേഷം ഈ കിരീടമൊക്കെ തന്നെ ഈ സ്വർണ്ണ കപ്പ് ഉൾപ്പെടെ സമ്മാനിക്കും. അതൊരു ആഘോഷത്തിന്റെ ഒരു വേളയിലേക്കൊക്കെ കടക്കും. ഏതായാലും തിരുവനന്തപുരമാണ് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ
അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മലപ്പുറവും അതിന്റെ ഈ ഒരു അവസാന നിമിഷം കടുത്ത പോരാട്ടത്തിനൊടുവിൽ മലപ്പുറം ആ ഒരു അവസാന നിമിഷം ആ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്.